ഓഡിറ്റർമാർ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ പുതിയ വൗച്ചറുകൾ ഇത് അംഗീകരിക്കണമെങ്കിൽ പഴയ വൗച്ചറുകൾ കണ്ടേ തീരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് നഷ്ടപ്പെട്ടു പോയി എന്ന് കണക്ക് അവതരിപ്പിച്ച ആൾ എഴുതി കൊടുത്തത്. നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എങ്ങനെ അല്ല ഇത് പരിശോധിക്കാൻ സാധിക്കൂ? പിന്നെ ഇവർ കൊടുക്കുന്ന സാധനം അതുപോലെ അംഗീകരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഏരിയ കമ്മിറ്റി ആ കണക്കും അംഗീകരിച്ചില്ല. രണ്ടാമത് അവതരിപ്പിച്ച കണക്കും ഏരിയ കമ്മിറ്റി അംഗീകരിച്ചില്ല. പിന്നീട് ജില്ലാ കമ്മിറ്റി ഒരു കൊട്ടക്കണക്ക് അവതരിപ്പിക്കുകയാണ് ഇത്. അതാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. ധനരാജ്യ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കണക്ക് പറയാൻ ജില്ലാ സെക്രട്ടറി സന്നദ്ധമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ വീണ്ടും അത് പറയണം എന്നുദ്ദേശിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം പറയാം. ഈ കെട്ടിട നിർമ്മാണ ഫണ്ടും ധനരാജ്യ ഫണ്ടും രണ്ടും കൂടി ചേർത്ത് 51 ലക്ഷം രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് പ്രകാരം 40 ലക്ഷം രൂപ ധനരാജ്യ ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റിയിട്ടുണ്ട്. ആ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ചു കൊടുക്കണം എന്നതാണ് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഈ കെട്ടിട നിർമ്മാണ കമ്മിറ്റി തന്നെ പറഞ്ഞത്, രണ്ട് കണക്കിലും പറഞ്ഞത് ഞങ്ങൾ 35 ലക്ഷമേ വാങ്ങിയിട്ടുള്ളൂ. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റിയത് 35 ലക്ഷമാണ്. പക്ഷേ ജില്ലാ കമ്മിറ്റി പറയുന്നു 40 ലക്ഷം വകമാറ്റിയെന്ന്. ഏതർത്ഥത്തിലാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ 51 ലക്ഷം യഥാർത്ഥത്തിൽ കൈവശമുണ്ടാകേണ്ടതും ഈ തിരിച്ചു കൊടുക്കേണ്ടുന്ന 40 ലക്ഷവും കൂടി 91 ലക്ഷം രൂപ ഈ രണ്ട് ഫണ്ടിനത്തിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞാൻ കൃത്യമായി കണക്ക് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് പാർട്ടിയുടെ മുമ്പിലെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കമ്മീഷനെക്കുറിച്ചൊക്കെ രാകേഷ് പറഞ്ഞു. കമ്മീഷൻ്റെ അനുഭവം എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. കുറ്റം ചെയ്ത ഒരാളെ കുറ്റവിമുക്തനാക്കണമെങ്കിൽ ഒരു കമ്മീഷനെ വെച്ചാൽ മതി. വളരെ കൃത്യമായി ആ നിലയിൽ ഒരു റിപ്പോർട്ട് കൊടുത്ത് അയാളെ കുറ്റവിമുക്തനാക്കും. അതാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. കുറ്റം ചെയ്യാത്ത ഒരാളെ കുറ്റക്കാരനാക്കണമെങ്കിൽ അതിനും ഒരു കമ്മീഷനെ വെച്ചാൽ മതി. അതാണ് രണ്ടാമത്തെ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി. ഇപ്പോൾ പറയുന്ന പുതിയൊരു കാര്യം വ്യക്തിപരമായ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ്. വ്യക്തിപരമായ വിരോധത്തിന് അടിസ്ഥാനം എന്താ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. ഇന്നലെ ചാനൽ ചർച്ചയിൽ ഒരു സുഹൃത്ത് വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി. അതിനെല്ലാം മറുപടി ഞാൻ അവിടെ പറഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു കാര്യം വിരോധമായി ആ ചാനൽ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. രാകേഷ് ഇന്ന കാരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി സഖാക്കൾ തമ്മിൽ വ്യക്തിവിരോധമുണ്ടെങ്കിൽ അത് കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കല്ലാതെ വേറെന്താ മാർഗം? ഏതെങ്കിലും സന്ദർഭത്തിൽ കമ്മിറ്റിയിൽ ഉന്നയിച്ച് ഞാനും ടി.ഐ. മധുസൂദനും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, വ്യക്തിപരമായ വിരോധത്തിലേക്ക് അത് വളർന്നു വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന നിലയിൽ ആരെങ്കിലും ഏരിയ കമ്മിറ്റിയിൽ ആ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്തോ? ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, 2022 പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ, അവർക്ക് മാത്രമേ അഭിമുഖം നൽകിയിട്ടുള്ളൂ, മറ്റൊരാൾക്കും നൽകിയിട്ടില്ല. ആ അഭിമുഖത്തിൽ ടി.ഐ. മധുസൂദനൻ പറഞ്ഞത് ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കളുണ്ട് എന്നാണ്. 2022 ഇത് പറയുന്നത്. ഇന്നേ വരെ ഏരിയ കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ടി.ഐ. മധുസൂദനൻ. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ അയാൾക്ക് ശത്രുക്കളുണ്ട് എങ്കിൽ അത് ഉന്നയിച്ച് ചർച്ച ചെയ്യണ്ടേ ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയിൽ? ഇന്നേ വരെ അത്തരമൊരു വിഷയം ഉന്നയിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറായിട്ടില്ല. ബാലിശമായ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചത് ബാലിശമായ കാര്യങ്ങളാണ്. അതൊന്നും ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്തതാണ്. വിരോധമുണ്ടെങ്കിൽ അത് തുറന്ന് ചർച്ച മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കൂ. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു നിലപാടും
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് അതേക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്.